Hey all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. What you need to hear right now, എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്, എന്താണ് നിങ്ങൾക്കുള്ള വെരി സ്പെഷ്യൽ മെസ്സേജ് എന്നൊക്കെ നോക്കാം. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, ഓർ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യത്തിനെ പറ്റി, തീരുമാനത്തെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയായിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ആൻഡ് അവിടെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ നിങ്ങൾ മാറ്റിവെച്ചിട്ടാണ് പല കാര്യങ്ങളും ചിന്തിക്കുന്നതും തീരുമാനമെടുക്കുന്നതും. സോ നിങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിന്ന് പഠിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ പല സിറ്റുവേഷൻ നിങ്ങൾ ഇമോഷണലി സ്റ്റക്ക് ആയിട്ടുള്ള പ്ലേസ് നിന്നൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാനും തീരുമാനം എടുക്കാനും, നിങ്ങൾ അതിനെ പറ്റിയിട്ട് വളരെ ഡീപ്പായിട്ടൊക്കെ ചിന്തിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ആൻഡ് കുറച്ചുകൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന്റെ കൺട്രോൾ കിട്ടുന്നുണ്ട്. ഓൾറൈറ്റ്, നിങ്ങളുടെ ലൈഫിൽ തീരുമാനം എടുക്കാനും ചിന്തിക്കാനും സംസാരിക്കാനും മെയിൻ ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ വളരെ വൈസ് ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പറയേണ്ട കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചില ആളുകളുമായി വളരെ ഡീപ്പ് ആയിട്ടുള്ള വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ടാവുന്നുണ്ട്. അത് ഒഫീഷ്യലി ആയിരിക്കാം ചില ആളുകൾക്ക്, ഓർ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കേണ്ട ആളുകളുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനും കേൾക്കാനും, നിങ്ങളും നല്ലൊരു ലിസണർ ആവുന്നുണ്ട്, നിങ്ങൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മേലെ വേറൊരാൾ വന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവുന്നില്ല. ഓൾറൈറ്റ്, സോ മേ ബി ലൈക്ക് നിങ്ങൾ അത്ര ഷാർപ്പ് ആയിട്ടായിരിക്കാം, അത്ര ബോൾഡ് ആയിട്ടായിരിക്കാം, നിങ്ങളുടെ വോയിസ് മാറ്റർ ആവുന്നുണ്ട്. ഓൾറൈറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ മാറ്റർ ആവുന്നുണ്ട്, വളരെ സ്ട്രോങ് ആവുന്നുണ്ട്, നിങ്ങൾ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആവുന്നുണ്ട്. നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ ആക്ഷൻസ് കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ ഇമോഷൻസ് വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഹാബിറ്റ്സ്, നിങ്ങളുടെ മനസ്സൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും ബാലൻസ് ചെയ്യാനും, നല്ല രീതിയിൽ അത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനും നിങ്ങൾക്ക് സ്വയം സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഹാബിറ്റിൽ മാറ്റങ്ങൾ വരുത്താനും നിങ്ങളുടെ ലൈഫ് റൂട്ടീനിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്താനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. സോ ഹെൽത്തി ആയിട്ടുള്ള ചില തീരുമാനങ്ങളും ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സും നിങ്ങളുടെ ലൈഫിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് വളരെ ഡീപ്പായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ അതുകൊണ്ടാണ് പല പ്ലേസിൽ നിന്ന് ഒന്നുകിൽ നിങ്ങൾ നാച്ചുറലി ചില പ്ലേസിൽ നിന്ന് ചില ആളുകളുടെ അടുത്തു നിന്നൊക്കെ ഇമോഷണലി ഡിസ്റ്റൻസ്ഡ് ആവുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഡിറ്റാച്ച്ഡ് ആവുന്നതായിരിക്കാം. ചില ആളുകൾക്ക് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള പാസ്റ്റ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ചില ആളുകളുമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. എസ്പെഷ്യലി നിങ്ങൾ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻസ് തന്നിട്ടുള്ള ചില ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ഉറക്കം കെടുത്തിയിട്ടുള്ള ചില ആളുകൾ, സിറ്റുവേഷൻസ്, എക്സ്പീരിയൻസ്, എസ്പെഷ്യലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചില ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ സിറ്റുവേഷൻ ആണ് നിങ്ങൾ എത്ര ബോൾഡ് ആക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ പോലും അറിയാതെ ചില പ്ലേസിൽ നിന്ന് നിങ്ങളെ ഡിറ്റാച്ച്ഡ് ആക്കുന്നത്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സംഭവിക്കുന്നുണ്ട്, വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് സംഭവിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ഇത്ര കാലമായിട്ട് അല്ലെങ്കിൽ എത്ര വർഷം നിങ്ങൾ ഒരു പ്ലേസിൽ നിൽക്കുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ പല ഇമോഷണൽ സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം പല പ്ലേസിലും നിന്നിട്ടുണ്ടായിരിക്കാം, പല ആളുകളുടെ ലൈഫിൽ നിന്നിട്ടുണ്ടായിരിക്കാം, ഓർ നിങ്ങൾ നിൽക്കുന്ന വീട്ടിലും അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. സോ അവിടുന്ന് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് പുതിയ താല്പര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്, പുതിയ ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത്. സോ ചില ആളുകൾക്ക് നിങ്ങൾ നാച്ചുറലി നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് ഇമോഷണലി ഡിസ്റ്റൻസ്ഡ് ആവുന്നത്, ഡിറ്റാച്ച്ഡ് ആവുന്നത് നിങ്ങൾക്ക് പുതിയ താല്പര്യങ്ങൾ, പുതിയ ഇഷ്ടങ്ങൾ വരുന്നത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ തന്നെ തോന്നുന്ന ഇഷ്ടങ്ങളായിരിക്കാം, നിങ്ങൾക്ക് തോന്നുന്ന ഇൻട്രസ്റ്റ് ആയിരിക്കാം, നിങ്ങൾക്ക് ചില കാര്യങ്ങളോടുള്ള വലിയൊരു താല്പര്യമായിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളുടെ ജോബിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ചില സ്കിൽ ഉണ്ടായിരിക്കണം. ഒന്നുകിൽ പുതിയ സ്കില്ലിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം, റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് പുതിയ ഇഷ്ടങ്ങൾ നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട്. സോ മേ ബി ഈ ഒരു ടൈമിൽ നിങ്ങളെ കുറച്ചുകൂടെ റൈറ്റ് ആയിട്ട് എൻഗേജ്ഡ് ആക്കി വെക്കാനും ലൈഫ് ഒന്ന് മോട്ടിവേറ്റ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാനും, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലൈഫിൽ പുതുതായിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, അത് പല ആളുകൾക്കും പല രീതിയിലായിരിക്കാം. സോ നിങ്ങളെ കൂടുതൽ ആക്റ്റീവ് ആക്കി വെക്കാനും നിങ്ങൾ ഡീപ്പായിട്ട് ചിന്തിപ്പിക്കാനും സാധിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, എസ്പെഷ്യലി പുതിയ കാര്യങ്ങൾ, പുതിയ താല്പര്യങ്ങൾ, പുതിയ ഇഷ്ടങ്ങൾ, പുതിയ ആളുകളായിരിക്കാം ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ. അങ്ങനെ സിറ്റുവേഷൻ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൾറൈറ്റ്, what you need to hear right now, your current situation. What you need to hear right now, your current situation. Alright, strength. Again, mental, emotional, physical strengths. Especially ചില ആളുകൾക്ക് ഫിസിക്കലി നിങ്ങൾ ഒരുപാട് സ്ട്രോങ് ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഇമോഷണൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റൽ സിറ്റുവേഷൻ നിങ്ങൾ ഫിസിക്കലി ഒരുപാട് ഡാമേജ്ഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ,
ഓർ നിങ്ങൾക്ക് എന്തെങ്കിലും ഫിസിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് റീഗെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ എസ്പെഷ്യലി ലൈക്ക് ചില ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന്റെ ഒരു മേജർ ഇവന്റ് അല്ലെങ്കിൽ ഒരു മേജർ ആക്സിഡന്റിന് ശേഷം നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ആക്റ്റീവ് മോഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളും നിങ്ങൾ നിങ്ങളെ ട്രെയിൻ ചെയ്യുന്ന രീതിയുമാണ്. ഓൾറൈറ്റ്. സോ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇവിടെ വളരെ റൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ നിങ്ങളെ ട്രെയിൻ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹാബിറ്റ്സിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വലിയ വലിയ ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ ശീലിച്ച് വന്നിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഓൾ ഓഫ് സഡൻ നമുക്ക് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ആൻഡ് അതിൽ നമ്മൾ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപാട് എഫേർട്സ് ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫിന്റെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ റീപ്രോഗ്രാം ചെയ്യാൻ റീബിൽഡ് ചെയ്യാൻ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ടൈം ഡെഫിനറ്റ്ലി വേണം. ആൻഡ് മോർ ഓവർ അതിന് വേണ്ട ഒരു സ്ട്രോങ് മൈൻഡും വേണം. നിങ്ങൾക്കത് ഈ ഒരു സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളത് വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ എക്സ്പീരിയൻസ് നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നിങ്ങളെ സ്ട്രോങ് ആക്കുന്നത് ഇമോഷണലി ഫിസിക്കലി മെന്റലി നിങ്ങൾ സ്ട്രോങ് ആക്കുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് തന്നെയാണ്. ഓക്കെ, ഒരിക്കലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇങ്ങനെയാണ്, നിങ്ങളുടെ പാസ്റ്റ് ഇങ്ങനെയാണ് എന്നാൽ ഒരിക്കലും നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യാനേ പാടില്ല. കാരണം നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഇത്ര വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെമിനൻ അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാസ്കുലിൻ ആക്കി മാറ്റുന്നത്. അത് ഈവൻ ലൈക്ക് ചില ആളുകൾക്ക് നിങ്ങളുടെ തന്നെ ലൈഫ് സിറ്റുവേഷനും നിങ്ങളുടെ തന്നെ ലൈഫ് മിസ്റ്റേക്സും ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ മിസ്റ്റേക്സ് എന്ന് പഠിക്കുന്നുണ്ട്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പഠിക്കുന്നുണ്ട്. റിലേറ്റ് ചെയ്യാൻ എന്താണ് ലൈഫ് നിങ്ങളെ കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ബെറ്റർ പേഴ്സൺ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ ഇമോഷണലി വീക്ക് ആയിട്ട് നിൽക്കേണ്ട ആളുകളല്ല, എസ്പെഷ്യലി ഈ ഒരു ടൈമിൽ. ഓക്കെ, സോ പുതിയൊരു ഇൻസൈറ്റ് നിങ്ങൾക്ക് ലൈഫിനെ പറ്റിയിട്ട് കിട്ടുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. പുതിയ ഐഡിയ, പുതിയ തോട്ട്, ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇമോഷണലി വളരെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യണം, എന്തെങ്കിലും റീപ്രോഗ്രാം ചെയ്യണം, ലൈഫൊക്കെ ഒന്ന് റീപ്രോഗ്രാം ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം. ഓൾറൈറ്റ്, what you need to hear right now. ഈ ഒരു സ്റ്റേജിൽ നിങ്ങളെടുത്ത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾ എല്ലാം നാച്ചുറൽ ആയിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പുതിയ കാര്യത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളും ഹീൽ ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾ പുതിയ കാര്യങ്ങളെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് ലൈഫിൽ. ഓക്കെ, നമുക്ക് ലൈഫ് ഹീൽ ചെയ്യാൻ അല്ലെങ്കിൽ ലൈഫിൽ എന്ത് സിറ്റുവേഷനും ഹീൽ ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ പുതിയ കാര്യത്തിലേക്ക് വരിക എന്നുള്ളതാണ്. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മൾ പുതിയ സ്കില്ലിലേക്ക് വരുന്നതായിരിക്കാം, പുതിയ സിറ്റുവേഷനിലേക്ക് നമ്മൾ അലോ ചെയ്യുന്നതായിരിക്കാം, പുതിയ പ്ലേസിലേക്ക് വരുന്നതായിരിക്കാം. സോ ഇതൊക്കെ നാച്ചുറലി നിങ്ങളുടെ ലൈഫിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിക്കാനും ചിന്തിപ്പിക്കാനും റൈറ്റ് ആയിട്ട് ഗൈഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളൊരു പ്ലേസിൽ ചില ആളുകളുമായി എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോഷണൽ സിറ്റുവേഷൻ, വളരെ വിഷമകരമായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ചില ആളുകളുമായിട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം, റിലേഷൻഷിപ്പ് പാർട്ട്ണർ ആയിരിക്കാം. കാരണം ചില ആളുകൾ നിങ്ങളെ ബ്രേക്ക് ചെയ്യുന്നത് ചില ആളുകളുമായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ ഒരു ഇമോഷണൽ ബോണ്ടാണ്. ഓക്കെ, അത് മേ ബി ലൈക്ക് നിങ്ങൾ ഒരുപാട് ഡിപ്പെൻഡഡ് ആയിട്ട് നിന്നിട്ടുള്ള പ്ലേസ് ആയിരിക്കാം. പ്രോബബ്ലി നിങ്ങൾക്ക് തന്നെ അറിയാം അത് എത്രമാത്രം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത്. ഓക്കെ, ഫൈനലി നിങ്ങൾക്ക് ഉണ്ടാവുന്ന വലിയൊരു കരേജ് എന്ന് പറയുന്നത് ചില പ്ലേസിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്യാനുള്ളത്. ലൈഫിന്റെ വലിയൊരു ബേർഡൻ നിങ്ങൾ ഇറക്കി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ വലിയൊരു ബേർഡൻ നിങ്ങൾ ഇറങ്ങി വരുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫെമിനൻ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾ എക്സാക്ട്ലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെമിനൻ എനർജിയിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, റൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ സപ്പോർട്ട് ഡെഫിനറ്റ്ലി അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ചില കാര്യങ്ങൾ ആക്ഷൻ എടുക്കുന്ന സമയത്താണ് നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾ വർക്ക് ആവാത്തൊരു പ്ലേസ് നിന്ന് മാറുക എന്നുള്ളതല്ല, നിങ്ങൾ അവിടെ എന്തോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ഇമോഷൻസ് അവിടെ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ എന്ത് തീരുമാനം എടുക്കണം, എന്ത് ചെയ്യണം എന്നാണ് എന്നുള്ളത് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ അത് ഡീപ്പായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്.
നിങ്ങൾക്ക് തന്നെ അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ അത് സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഒരു സഡൻ ആയിട്ടുള്ള ഒരു ബ്രേക്ക് അല്ലെങ്കിൽ സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവത്തിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഇറ്റ്സ് ലൈക്ക് ഇന്നലെ വരെ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ അങ്ങനെയല്ല. ലാസ്റ്റ് മൊമെന്റിൽ വരെ നിങ്ങൾ എന്ത് ചിന്തിച്ചോ, നിങ്ങൾ എങ്ങനെയാണോ കാര്യങ്ങളെ എടുത്തിട്ടുള്ളത്, അങ്ങനെയല്ല നിങ്ങൾ അടുത്ത മൊമെന്റിൽ എടുക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇൻസ്പയർഡ് ആവുന്നത്. അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുന്നത്, ചേഞ്ച് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ എടുത്ത് പറയേണ്ട ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ പാസ്റ്റ്, നിങ്ങളുടെ പ്രസൻസ്, നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അതുപോലെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അവിടുന്നാണ് നിങ്ങൾക്ക് ലൈഫ് പുതിയ തുടക്കം ഉണ്ടാവുന്നത്. ഓക്കെ, എന്ത് നഷ്ടപ്പെട്ടു, എന്താണോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, ഈവൻ അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവിടുന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് ആണ്. ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ ലൈഫിന്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഓക്കെ, സോ ഇവിടുന്നാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും ലൈഫിലേക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ പല ഗ്രോത്ത് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. അത് നിങ്ങളുടെ ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലെ ആളുകൾ കൂടുന്നുണ്ട്. അതായത് ആസ് എ പേഴ്സൺ നിങ്ങളുടെ ഒരു വീട്ടിൽ ആളുകൾ, റൈറ്റ് ആയിട്ടുള്ള ആളുകൾ കണക്റ്റഡ് ആവുന്ന ഒരു സ്റ്റേജിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു നല്ലൊരു ഫാമിലി ഇല്ല, നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ആളുകൾ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്നത് നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളിലേക്കാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്കത് നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ചിലത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കണക്ട് ആവുന്നുണ്ട്, വർക്ക് ആവുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ഗ്രോത്ത് ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം അവിടെ റൈറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് മാത്രം എന്നുള്ളതല്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻസ് അവിടെ സംഭവിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങൾ ഫിസിക്കലി ഒരുപാട് ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഹീൽ ചെയ്യാനെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. അതായത് നിങ്ങൾ പുതിയ കാര്യത്തിലേക്ക് ഇൻവോൾവ് ആവുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ പാസ്റ്റിൽ തന്നെ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ അലോ ചെയ്യുന്നുണ്ട്. ചില മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ വേണ്ടി നിങ്ങൾ അലോ ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന മേജർ ആയിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്, ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.